ഇടത് വലത് മുന്നണികൾക്ക് തുല്യ സ്വാധീനമുള്ള പോർക്കുളം പഞ്ചായത്തിൽ കഴിഞ്ഞ ഒരു ദശകമായി LDF ആണ് ഭരണം നടത്തുന്നത്. 2015-ൽ കേവലം ഒരൊറ്റ സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് LDF ഭരണം നടത്തിയിരുന്നതെങ്കിൽ 2020-ലെ തിരഞ്ഞെടുപ്പിൽ UDF അമ്പെ തകർന്നതോടെ ഇടതുപക്ഷം ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ വിജയിച്ച് BJPയും സാന്നിധ്യം അറിയിച്ചു. ശ്രീലങ്കയും കൊൽക്കത്തയും ആൻഡമാനും തമിഴ്നാടും പശ്ചാത്തലമാക്കി പ്രവാസവും ഒറ്റപ്പെടലും മുഖ്യപ്രമേയമാക്കി മലയാളത്തിന് മറക്കാനാകാത്ത ഒട്ടനേകം സാഹിത്യ സൃഷ്ടികൾ സമ്മാനിച്ച CV ശ്രീരാമന്റെ തട്ടകമാണ് പോർക്കുളം. നീണ്ട 12 വർഷക്കാലം പോർക്കുളം പഞ്ചായത്തിന് അധ്യക്ഷനായിരുന്നു CV. ഒരു തവണ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധ്യക്ഷ പദവി അദ്ദേഹം അലങ്കരിച്ചിരുന്നു. നീണ്ട കാലയളവ് ഇടതിനൊപ്പം നിന്നിരുന്ന പോർക്കുളം പഞ്ചായത്ത് 2 ദശകമായി ഇടതു വലതു മുന്നണികളെ മാറി മാറിയാണ് പരീക്ഷിച്ചിരുന്നത്. എന്നാൽ 2015-ൽ ഒരംഗത്തിന്റെ മാത്രം ബലത്തിൽ ഭരണത്തിലേറിയ ഇടതുപക്ഷം 2020-ൽ ലീഡ് വീണ്ടും വർദ്ധിപ്പിച്ചപ്പോൾ കോൺഗ്രസിന്റെ സീറ്റെണ്ണം മുൻ തവണത്തേക്കാൾ പകുതിയായി കുറഞ്ഞു. BJP ചരിത്രത്തിലാദ്യമായി ഒരു വാർഡിൽ താമര വിരിയിച്ച് പഞ്ചായത്തിൽ ഭരണസമിതിയിലേക്ക് കാലെടുത്ത് വയ്ക്കുകയും ചെയ്തു. രാജാക്കന്മാരുടെ പടയോട്ടം കൊണ്ട് പോർക്കളം എന്ന പേരുണ്ടായ പോർക്കുളത്ത് ഇപ്പോൾ തദ്ദേശ പോരാട്ടത്തിനുള്ള അന്തിമ തയ്യാറെടുപ്പിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. മുൻപ് 13 വാർഡുകളാണ് പഞ്ചായത്തിലുണ്ടായിരുന്നത്. വാർഡ് വിഭജനത്തോടെ ഒരു വാർഡ് കൂടി 14 ആയിട്ടുണ്ട്. മുണ്ടകൻ പാടങ്ങളിലെ കാർഷിക സംസ്കാരവും കുതിരവേലയും പൂരവും പെരുന്നാളുമായി സാംസ്കാരിക ആഘോഷങ്ങളും നടക്കുന്ന പോർക്കുളത്തെ രാഷ്ട്രീയ മനസ്സ് ഇത്തവണയും പ്രവചനാതീതമാണ്. കുന്നംകുളം താലൂക്കിന് കീഴിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലാണ് കുന്നംകുളം നഗരസഭ, ചൊവ്വന്നൂർ പഞ്ചായത്ത്, കാട്ടകാമ്പാൽ പഞ്ചായത്ത്, കടവല്ലൂർ പഞ്ചായത്ത് എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന പോർക്കുളം പഞ്ചായത്തിന്റെ സ്ഥാനം. ചരിത്രപ്രസിദ്ധമായ വേദക്കാട് ദുർഗാക്ഷേത്രവും മാർ ആദായ് ശ്ലീഹ പള്ളിയും പാറേമ്പാടം സെന്റ് ആന്റണീസ് പള്ളിയും മങ്ങാട് ഭഗവതി ക്ഷേത്രവും കോട്ടിയാട്ടുമുക്ക് മഹാവിഷ്ണു ക്ഷേത്രവും പോർക്കുളം ജുമാ മസ്ജിദ്, കലശമലച്ചിറയിൽ ക്ഷേത്രവുമാണ് പ്രധാന ദേവാലയങ്ങൾ. ദേശക്കാരുടെ കുതിരവേലയും ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി ഉത്സവവും കോട്ടിയാട്ടുമുക്ക് പൂരവും പോർക്കുളം ദേശവിളക്കും പോർക്കുളം പെരുന്നാളും ഒന്നിച്ചാഘോഷിച്ചാണ് നാട്ടുകാർ തങ്ങളുടെ ഒത്തൊരുമ പ്രകടിപ്പിക്കാറുള്ളത്. കലശമല ഇക്കോ ടൂറിസം പദ്ധതിയാണ് പഞ്ചായത്തിലെ പ്രധാന ടൂറിസം കേന്ദ്രം. ഭരണപക്ഷം പറയുന്ന പ്രധാന വികസന നേട്ടങ്ങൾ ഇവയാണ്. അതിദരിദ്രരില്ലാത്ത ജില്ലയിലെ ആദ്യ പഞ്ചായത്തായി. തുടർച്ചയായി 4 വർഷം 100% പദ്ധതി വിഹിതം ചെലവാക്കി. പഞ്ചായത്തിൽ 5 വർഷം കൊണ്ട് 144 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. ജലലഭ്യത ഉറപ്പാക്കാനായി 7 പൊതുകുളങ്ങൾ നവീകരിക്കാൻ 3.4 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കി. 7 പ്രധാന ശുദ്ധജല പദ്ധതികൾ തുടങ്ങി. ആരോഗ്യരംഗത്ത് സമഗ്ര വികസനം നടപ്പാക്കി. ഹോമിയോ ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചു. അലോപ്പതി, ആയുർവേദ ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. പഞ്ചായത്തിന് സ്വന്തമായി കളിക്കളം ഒരുക്കാൻ പദ്ധതി തയ്യാറാക്കി. എല്ലാ അങ്കണവാടികൾക്കും സ്വന്തം സ്ഥലം ഉറപ്പാക്കി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു. വനിതകൾക്ക് ജിംനേഷ്യം, യോഗ എന്നിവ തുടങ്ങി. എന്നാൽ അവകാശവാദങ്ങളെല്ലാം പൊള്ളയാണെന്നാണ് കോൺഗ്രസ് ആക്ഷേപം. പഞ്ചായത്തിലെ 40ഓളം കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കുന്നതിൽ ഭരണസമിതി പരാജയപ്പെട്ടു. ജൽജീവൻ പദ്ധതിക്ക് പൈപ്പിടാനായി വെട്ടിപ്പൊളിച്ച റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തിയില്ല. ജൽജീവൻ പദ്ധതിയിലൂടെ ശുദ്ധജല വിതരണം നടത്തിയില്ല. ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചവർക്ക് പണം നൽകിയില്ല. ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് സഹായം നൽകാൻ കഴിഞ്ഞില്ല. കലശമല ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ വികസനം പ്രഖ്യാപനത്തിലൊതുങ്ങി. ലക്ഷങ്ങൾ ചെലവിട്ട് ആരംഭിച്ച അഗ്രോ ക്ലിനിക് അടച്ചുപൂട്ടി. കാർഷിക കർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ നിലച്ചു. കാർഷിക ഉപകരണങ്ങളും ഉപയോഗിക്കാതെയായി. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രോഗികൾക്കാവശ്യമായ മരുന്നുകൾ എത്തിച്ചു നൽകിയില്ല. ആയുർവേദ ആശുപത്രി വികസനത്തിനായി HMC യോഗം വിളിക്കാൻ കഴിഞ്ഞില്ല തുടങ്ങിയ ആക്ഷേപങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നു. എന്തായാലും വാക്പോരും സമരവുമെല്ലാം മുറക്കി നടക്കുന്ന പഞ്ചായത്ത് ഇത്തവണ ആരോടൊപ്പം നിൽക്കുമെന്ന് കാത്തിരുന്ന് കാണാം.